സിവിൽ സർവീസിൻ്റെയൊക്കെ റിസൾട്ട് വരുമ്പോൾ, അതുപോലെ തന്നെ പിന്നെ വേൾഡ് കപ്പൊക്കെ നമ്മൾ വിജയിക്കുമ്പോൾ നമ്മുടെ മക്കൾ ഇതുപോലെ വളരെ മിടുക്കരായി, അധ്വാനികളായി, ഫോക്കസ് ഉള്ളവരായി ഒക്കെ മാറണമെന്ന് നമ്മളും ആഗ്രഹിക്കാറുണ്ട്. സ്വാഭാവികം മാത്രമാണ്. എന്തുകൊണ്ടാണ് നമ്മളുടെ മക്കൾക്ക് അത്രയും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നമ്മളുടെ മക്കൾ അത്ര റെസിലിയൻസ് ഉള്ളവരായി മാറാത്തത്, ക്ഷമയുള്ളവരായി, പെർസിവറൻസ് ഉള്ളവരായിട്ടൊക്കെ മാറാത്തത് എന്നൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പല പേരൻസും ഈ ദിവസങ്ങളിലൊക്കെ എന്നോട് ഈ കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ എവിടെയാണ് നമ്മൾ കൂടുതലായിട്ടും അതിൻ്റെ മിസ്റ്റേക്കുകൾ വരുത്തുന്നത്? ഇതിനെക്കുറിച്ചൊരു അനാലിസിസാണ് ഈ വീഡിയോ. സിവിൽ സർവീസിലെ കേരളത്തിൻ്റെ ടോപ്പറായ ശ്രീജയും, അതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റിൻ്റെ അഭിമാനമായ സഞ്ജു സാംസണുമൊക്കെ ഇന്ന് ഒരുപാട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. പ്രത്യേകിച്ച് പ്രതിഭകളായ അല്ലെങ്കിൽ വളരെ റെസീലിയൻസോടുകൂടി ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ നേട്ടങ്ങളിലെത്തിയ ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെയൊക്കെ നമ്മളിങ്ങനെ അഭിനന്ദിക്കുന്ന ഈ സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ ഇങ്ങനെയൊക്കെ ആക്കാം എന്നൊക്കെ പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാറേ, ചെറിയ പ്രായം മുതലേ നമ്മൾ എന്തൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും എല്ലാ കുട്ടിയിലും സഞ്ജു സാംസനെ, എല്ലാ കുട്ടിയിലും ശ്രീജയൊക്കെ കാണുന്നത് ഒരു രോഗാതുരമായ അവസ്ഥയാണ്. നേരെ മറിച്ച് അവർക്ക് ഏറ്റവും യോജിക്കുന്ന രംഗത്ത് അവരെത്തുകയും ആ രംഗത്ത് അവർ പരിശ്രമിക്കുകയും ആ രംഗത്ത് അവർ വിജയിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ അവരെ പോലാക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യമാണ്. നമ്മുടെ മക്കളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നമ്മളുടെ മക്കളുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് ഈ രണ്ട് മോഡലിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം, നമ്മൾ കുട്ടികളിൽ ചെറിയ പ്രായം മുതൽ തന്നെ ഒരു ഇൻഡിപെൻഡൻസ് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ സ്വന്തമായിട്ട് ആത്മവിശ്വാസമുള്ള, സ്വന്തം കഴിവിലും പ്രാപ്തിയിലും വിശ്വാസമുള്ളവരാക്കി ചെറിയ പ്രായം മുതലേ വളർത്തിക്കൊണ്ടുവരണം. നമുക്കതിന് ഏറ്റവും വലിയൊരു തടസ്സം നമ്മുടെ പേരൻറ്റിങ് ആണ്, നമ്മുടെ സ്കൂളിങ്ങുമാണ്. ഈ രണ്ടിടത്തുമുള്ളൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, കുട്ടികളെ ഇൻഡിപെൻഡൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ നമ്മൾ പലപ്പോഴും അനുവദിക്കാറില്ല. ഈ അടുത്തിടയിൽ ഞാൻ ഒരു പ്രഭാഷകൻ പറയുന്ന കേട്ടത് 95% കുട്ടികളും ജനിക്കുന്നത് ഒരു ജീനിയസ് ആയിട്ടാണ്. പക്ഷേ അവസാനം വരുമ്പോൾ 10% പേരെ ജീനിയസ് ആയിട്ടുള്ളൂ. കാരണം ഇവരിലെ ഈ ജീനിയസ് നേച്ചറൊക്കെ നമ്മൾ ഈ എഡ്യൂക്കേഷൻ കൊണ്ടും പാരൻറ്റിങ്ങും കൊണ്ടും ഒക്കെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കുട്ടികളിൽ ഒരു ഇൻഡിപെൻഡൻസ് വളരെ ചെറിയ പ്രായം മുതലേ എൻകറേജ് ചെയ്യുക, അവരെ കൊണ്ട് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ അനുവദിക്കുക. അത് ഏത് തരത്തിലായാലും കുഴപ്പമില്ല, അവരെങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇന്നിപ്പോൾ ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചത്, സാറേ, മോനിപ്പോൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞാൻ ഇരുത്തി പഠിപ്പിച്ചാൽ അവന് മാർക്ക് കിട്ടും, ഞാൻ ഇരുത്തി പഠിപ്പിച്ചില്ലെങ്കിൽ അവന് മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പേരൻസിനോട് പറയാനുള്ളത്, നമ്മൾ ഇരുത്തി പഠിപ്പിക്കുന്ന ആ മാർക്കിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഒന്ന് പതുക്കെ ഒന്ന് മാറിക്കൊണ്ട് ആ കുട്ടിയെ ഒരു ഇൻഡിപെൻഡൻസിലേക്ക് നയിച്ചാൽ, അങ്ങനെ വാങ്ങിക്കുന്ന 50 മാർക്കായിരിക്കും നമ്മൾ ഇരുത്തി പഠിപ്പിച്ച് വാങ്ങിക്കുന്ന 70 മാർക്കിനേക്കാളും നല്ലത്. കാരണം അങ്ങനെ വാങ്ങിക്കുന്ന 50 മാർക്ക് ആ കുട്ടിയുടെ മാർക്കാണെന്നുള്ളൊരു ബോധമെങ്കിലും ആ കുട്ടിക്കുണ്ടാവും. മറ്റേതൊരിക്കലും കുട്ടിക്കൊരു ബോധവും ഉണ്ടാവുന്നില്ല, കുട്ടിക്കൊരു തിരിച്ചറിവും ഉണ്ടാവുന്നില്ല. കുട്ടി ഒരു യന്ത്രം പോലെ അവിടെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏത് കുട്ടികളെയും മിടുക്കരാക്കാനുള്ളൊരു നല്ല മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ, അവരെ ചെറിയ പ്രായത്തിൽ അവർക്ക് തന്നെ അവരെ ഫങ്ഷൻ ചെയ്യിക്കാനുള്ളൊരു കഴിവിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഈ തോൽക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. നമ്മൾ ഈ ഓവറായിട്ട് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് തോൽവിയിൽ നിന്നാണ് ഈ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, ചാലഞ്ചുകളിൽ നിന്നും എല്ലാം നമ്മളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മൾ എത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നോ അത്രയും കുട്ടികൾ കഴിവില്ലാത്തവരായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആ ഓവർ പ്രൊട്ടക്ഷൻ ഭയങ്കര അപകടമാണ്. കുട്ടികളെ മനസ്സോടെ തോൽവി സ്വീകരിക്കാൻ പഠിക്കണം. ചെറിയ പ്രായം മുതലേ അവർ തോക്കുക, വീഴുക, ഒക്കെ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് ലേൺ ചെയ്യുന്നു, അതിൽ നിന്ന് എങ്ങനെ അവർ റിക്കവർ ചെയ്യുന്നു, അതിൽ നിന്ന് എങ്ങനെ അവർ പ്രോഗ്രസ് ചെയ്യുന്നു, ഇത് ചെറിയ പ്രായം മുതലേ കുട്ടികൾ പഠിക്കണം. അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു അഭിമാനബോധം ഉണ്ടായി, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്തു. അവർക്ക് പറയാൻ ചില കഥകൾ ഉണ്ടാവുകയാണ്. അന്നേരം അവർക്ക് തന്നെ എന്തൊക്കെയോ ലോകത്തോട് പറയാനുണ്ടാവുകയാണ്. ഒരു തോൽവിയിലൂടെ ഒന്നും കടന്നു വന്ന് വിജയിക്കാത്ത ഒരാൾക്ക് എന്താണ് ലോകത്തോട് പറയാനുണ്ടാവുക? ഇപ്പോൾ സഞ്ജു സാംസൺ T20 വേൾഡ് കപ്പ് ജയിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലോകത്തിനോട് പറയാനുണ്ടായിരുന്നത് മറ്റാർക്കും പറയാനില്ലാത്തൊരു സ്റ്റോറിയാണ്. എന്നെ വളരെയധികം കൈവിട്ട നിമിഷങ്ങളുണ്ട്, തീർന്നു എന്ന് വിചാരിച്ച നിമിഷങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ
അതിഭയങ്കരമായിട്ട് എനിക്ക് ഇത്രയും ഭംഗിയായിട്ട്, അത് ഈ വേൾഡ് സ്റ്റേജിൽ തന്നെ 140 കോടി ജനങ്ങളുടെ മുമ്പിൽ ആരവങ്ങൾ കേൾക്കെ എഴുന്നേറ്റ് വരാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് പ്രതിസന്ധികളും പ്രശ്നങ്ങളെയും ഒക്കെ അതിജീവിച്ച് വരുന്നവർക്ക് മാത്രമേ ഇത്ര അതിഭയങ്കരമായി ആഘോഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ശ്രീജ ഒരുപക്ഷെ മറ്റ് സിവിൽ സർവീസ് വിജയികളെ അപേക്ഷിച്ച് അതിഭയങ്കരമായിട്ട് ഇവിടെ ആഘോഷിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം, ആ കുട്ടിക്ക് ഒരു സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭൗതിക സാഹചര്യവും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് ആ കുട്ടി വന്നുകൊണ്ടാണ്. അതുകൊണ്ട് ചെറിയ പ്രാരാബ്ദങ്ങളും പരിമിതികളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ട് വരുന്നവർക്ക് കുറച്ചുകൂടെ സൗന്ദര്യം കൂടും എന്നുള്ളതാണ് വാസ്തവം. അതിന് ചെറിയ പ്രായം മുതലേ നമ്മൾ കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കണം. നമ്മൾ ഇച്ചിരി പൈസയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അവരുടെ പ്രശ്നങ്ങളെല്ലാം നമ്മളങ്ങ് സോൾവ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ പ്രായത്തിലൊരു സ്കൂളിലെ അസൈൻമെൻറ്റ് പോലും നമ്മൾ കയറി അങ്ങ് ചെയ്തു കൊടുക്കുകയാണ്. കാരണം അത് പെർഫെക്റ്റായിട്ട് ആകണമെങ്കിൽ ഞാൻ ചെയ്യണം എന്ന് പേരൻസ് ആ കുട്ടിക്കൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് യു ആർ യൂസ്ലെസ്, ഞാൻ ചെയ്താൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ യൂസ്ലെസ്സുകളെ സൃഷ്ടിക്കുന്നത്. നേരെ മറിച്ച് ക്വൈറ്റ് ഗുഡ്, മോളുടെ പ്രായത്തിന് ദിസ് ഈസ് ഗുഡ്, ഇത് ചെയ്തത് വളരെ നല്ലതാണ്, കഴിഞ്ഞ അസൈൻമെൻറ്റ് അപേക്ഷിച്ച് ഈ അസൈൻമെൻറ്റ് വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്, പോരായ്മകൾ കുഴപ്പമില്ല, ദാറ്റ് യു ക്യാൻ ഇമ്പ്രൂവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ മെസ്സേജ് വരികയാണ്. മൂന്നാമതായിട്ട് ഒരു കാര്യം, നമ്മളെപ്പോഴും അവരുടെ എഫേർട്ടുകളെയാണ് പ്രൈസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ പേരൻസും അവരുടെ ടാലൻറ്റിനെയും അവരുടെ എബിലിറ്റിയെയും ഒക്കെയാണ് പ്രൈസ് ചെയ്യുന്നത്. നിനക്ക് അങ്ങനത്തെ കഴിവുണ്ട്, നിനക്ക് ഇങ്ങനത്തെ കഴിവുണ്ട്, നീ ഭയങ്കര ടാലൻറ്റഡാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പ്രൈസ് ചെയ്യുകയാണ്. ഒരു കാര്യവുമില്ല, അതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല. ഒരു കുട്ടി എന്ത് എഫേർട്ട് ഒരു കാര്യത്തിലിടുന്നു, ആ എഫേർട്ടിനെ കറക്റ്റായിട്ട് പ്രൈസ് ചെയ്യുക. ചെറിയ പ്രായം മുതലേ ഒരു കുട്ടിക്ക് കിട്ടുന്നൊരു വലിയ മെസ്സേജാണ്. എത്ര ടാലൻറ്റഡ് ആയിട്ടും ഒരു കാര്യമില്ല, എത്ര എബിലിറ്റി ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ എന്ത് എഫേർട്ട് ഇടുന്നോ അതിന് മാത്രമേ ലോകത്ത് വാല്യൂ ഉള്ളൂ എന്നുള്ളത് ഒരു കുട്ടി ചെറിയ പ്രായം മുതലേ തിരിച്ചറിയുകയാണ്. ഇതാണ് സഞ്ജു സാംസനെ പോലുള്ള ആൾക്കാരിലുള്ള ഏറ്റവും വലിയ എബിലിറ്റി എന്ന് പറയുന്നത്. ഒരു കാര്യം സഞ്ജുവിന് അറിയാം, നീ എത്ര തഴയപ്പെട്ടാലും എത്ര റിജക്റ്റ് ചെയ്യപ്പെട്ടാലും നീ എഫേർട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ നിനക്ക് കറക്റ്റ് ടൈം ആകുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റേജ് ഒരുങ്ങും. അത് ഒരു വലിയ ബിലീഫാണ്. ആ എഫേർട്ടിലുള്ള ഒരു ഭയങ്കരമായ കരുത്താണ്. ഒരു കുട്ടി എഴുതി വയ്ക്കുകയാണ് 2026 റാങ്ക് നമ്പർ 15 IFS എഴുതി വയ്ക്കുകയാണ്. ചുമ്മാ എഴുതി വെച്ചിട്ട് കിടന്ന് ഉറങ്ങുകയല്ല, എഴുതി വെച്ചിട്ട് ഒരു പേപ്പർ അവിടെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ട് അതെല്ലാ ദിവസവും കണ്ടുകൊണ്ട് അതിനെ നേരിടാനുള്ള അതിഭയങ്കരമായ എഫേർട്ട് ഇടുകയാണ് ആ കുട്ടി ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അത്ര ബ്യൂട്ടിഫുള്ളാണ്. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് സഞ്ജു സാംസൺ പറയുന്നു, ഇന്ത്യൻ ടീമിലെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായി ഞാൻ മാറും. അപ്പോൾ അതിന് ഒറ്റ കാര്യമുള്ളൂ, അവർ നിരന്തരമായി എഫേർട്ട് ഇടുന്നവരാണ്. അവർ റിസൾട്ടിനെ കുറിച്ചോ ഒന്നും കോൺസിക്വൻസസിനെ കുറിച്ചോ ഇതിനെക്കുറിച്ചൊന്നും അവർ ബോദർ ചെയ്യുന്നവരല്ല. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട, സഞ്ജുവിൻ്റെ പിതാവ് ആ 2 കുട്ടികളുമായിട്ട് ഡൽഹി പോലീസിലെ ജോലിയും കളഞ്ഞ് നാട്ടിൽ വന്ന് ആ 2 കുട്ടികളെയും, ആ 2 പേര്, സാലി എന്ന് പറയുന്ന മൂത്ത പുത്രനും ഇളയ പുത്രനും കളിക്കാരാണ്. അവർ 2 പേരും, ഒരാൾ നാഷണൽ ലെവലിലെത്തി, ഒരാൾ ഡിസ്ട്രിക്ട് ലെവലിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ കളിക്കുന്ന ഒരു പയ്യനാണ്. അവർ 2 പേരെയും ക്രിക്കറ്റിന് കൊടുത്തു. അവിടെ അതിൻ്റെ കോൺസിക്വൻസസ് എന്താവും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എന്തായാലും ഈ കുട്ടികൾ കളിക്കാൻ മിടുക്കരാണ്, എന്നാൽ പിന്നെ അതിന് തന്നെ അവർ പോകട്ടെ. സഞ്ജു പഠിക്കാനും വളരെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു, നല്ല വായനക്കാരനാണ്, നല്ല ആഴത്തിൽ വായനയും അറിവും ഒക്കെ ഉള്ളൊരു കുട്ടിയാണ്. പക്ഷേ എങ്കിൽ പോലും ആ കുട്ടിയുടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ടാലൻറ്റ് ക്രിക്കറ്റിലാണെന്ന് കണ്ടപ്പോൾ ആ ക്രിക്കറ്റിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ കുട്ടികളെ വിട്ടുകൊടുക്കാൻ കഴിയുന്ന പേരൻറ്റ് അവരുടെ എഫേർട്ടുകളെ പ്രൈസ് ചെയ്ത് ആ എഫേർട്ടാണ് നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്നതെന്നുള്ളത് അവരിൽ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ ആ പേരൻസിന് കഴിഞ്ഞു എന്നുള്ളതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് റെസ്പോൺസിബിലിറ്റി. ഓരോ കുട്ടികളെയും അവരുടെ വിജയത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ലക്ഷ്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഗോൾസിൻ്റെ റെസ്പോൺസിബിലിറ്റി അവരെ ഏൽപ്പിക്കുക. പലപ്പോഴും കാണുന്നൊരു കാര്യം, പേരൻസ് അങ്ങ് പഠിക്കുകയാണ്, പേരൻസ് അങ്ങ് ലക്ഷ്യം വയ്ക്കുകയാണ്. എന്നെ ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, സുനിൽ സാറേ, ഈ സിവിൽ സർവീസിൻ്റെ റിസൾട്ട്
വന്നപ്പോഴത്തേക്ക് എൻ്റെ മുറി കൊണ്ടുവന്ന അമ്മ IAS 2035 എന്നൊക്കെ പറഞ്ഞ് 50ാം റാങ്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒട്ടിച്ച് വെക്കുകയാണ്. അമ്മ ഇത് ഒട്ടിച്ച് വെച്ചുകൊണ്ട് എനിക്കെന്ത് പ്രയോജനമാണ്? ഞാൻ ചോദിച്ചു, മോള് പഠിക്കാനൊക്കെ എങ്ങനെയാണ്? ഞാൻ ഇപ്പം തന്നെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് ആകെ കൂടെ പഠിത്തം പേടിയാണ്. അപ്പോൾ ഒരു വലിയ ലക്ഷ്യമൊക്കെ ആ കുട്ടിയുടെ തലയിലോട്ട് കൊണ്ട് ഒട്ടിച്ച് വെച്ചതുകൊണ്ടൊന്നും ഒരു കുട്ടിയെ രക്ഷപ്പെടും. ആ കുട്ടിയുടെ കഴിവ് എവിടെയാണ്? ആ കുട്ടിയുടെ കഴിവ് എന്താണെന്ന് കണ്ടുപിടിച്ച് ആ കുട്ടിയുടെ കഴിവിൻ്റെ മേഖലയിൽ അതിനെ വിടണം. ഇപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി, ഒരാണും പെണ്ണും, മൂത്ത കുട്ടി പെൺകുട്ടിയാണ്, വളരെ പാവപ്പെട്ട വീടാണ്. എല്ലാവരും ആദ്യം പറഞ്ഞിരിക്കുക ഒരുപക്ഷെ നേഴ്സിങ്ങിന് വിട്ടാൽ കുടുംബം രക്ഷപ്പെടുമെന്നായിരിക്കാം. പക്ഷേ അമ്മയുടെ നിശ്ചയദാർഢ്യമാണ്, മകള് അവൾക്ക് ഇഷ്ടമുള്ളതെടുത്ത് പഠിക്കട്ടെ. അവൾ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് പഠിക്കുന്നു, അതും ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജുകളിലൊന്നിൽ. അവർ കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് പോലുള്ളൊരു കോളേജിൽ അതിനെ പഠിപ്പിക്കുന്നു. അവൾക്ക് ഇഷ്ടമുള്ള വിഷയം എടുത്ത് പഠിക്കുന്നു, ഇഷ്ടമുള്ള ലക്ഷ്യത്തിൻ്റെ പുറകിന് പോകാൻ അവളെ അനുവദിക്കുന്നു. അതിൻ്റെ ചിലവുകളെക്കുറിച്ചോ കോൺസിക്വൻസസിനെ കുറിച്ചോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അതിലൂടെ ആ കുട്ടി നിശ്ചയദാർഢ്യമുണ്ട്, സ്വപ്നമുണ്ട്, അവൾ നേടിയ ആ റെസ്പോൺസിബിലിറ്റി ആ കുട്ടി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ പേരൻസ് പലപ്പോഴും പറയുന്നത് കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, കുട്ടികൾക്ക് ലക്ഷ്യമില്ല. പലപ്പോഴും കുട്ടികൾക്ക് ചേരാത്ത കാര്യങ്ങൾ അവരുടെ തലയിൽ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുട്ടികൾ അതിൽ നിന്ന് വഴുതി മാറുന്നത്. നേരെ മറിച്ച് കുട്ടികൾക്ക് ഇഷ്ടമുള്ളതും അവർക്ക് പാഷനേറ്റ് ആയിട്ടുള്ളതും അവർക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളതും അവരുടെ വികാരങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതുമായ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുമ്പോൾ അവർക്കൊരു ഭയങ്കരമായ അഭിനിവേശം അതിനോടുണ്ടാവും. അവരതിനോട് ഭയങ്കര ആവേശത്തോടുകൂടി റെസ്പോണ്ട് ചെയ്യും. പലപ്പോഴും അത് ചെയ്യുന്നില്ല, അവരെ മുരടിപ്പിച്ച് കളയുകയാണ് പലരും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് എനിക്ക് ജീവിക്കാൻ പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചുകൊണ്ട് നവോദയ സ്കൂളിലെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത്. ആലോചിച്ച് നോക്കുക, 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ച് ഈ ലോകത്തിൽ നിന്നും മാറിപ്പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്താ, കുട്ടികളുടെ പ്രയാസങ്ങൾ എന്താ എന്നൊന്നും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും അവരുടെ മേൽ പലതും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ ആ കുട്ടിക്ക് വീട്ടിൽ പോയി നിന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. നവോദയ പോലുള്ളൊരു സ്കൂളിലെ ബോർഡിംഗ് അന്തരീക്ഷവും ഒന്നും ആ കുട്ടിക്ക് ചിലപ്പോൾ മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടി വീട്ടിൽ വരട്ടെ എന്ന് പറഞ്ഞ് ഒരു ശക്തമായ തീരുമാനമെടുക്കാൻ കഴിയണം. എൻട്രൻസ് പഠിക്കാനായിട്ട് ഹൈദരാബാദിൽ നിന്ന് പാലായിലേക്ക് വന്നൊരു കുട്ടി, ആ കുട്ടി പാലായിൽ വന്നു. ആ കുട്ടി 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഏകദേശം ധാരാളം പണം അതിനുവേണ്ടി മുടക്കിയ ഒരു പേരൻ്റ്, അത് ഒരുപാട് പണമുള്ള പേരൻ്റൊന്നും അല്ല, പക്ഷേ എന്നാലും ആ പേരൻ്റ് പറഞ്ഞത് കുട്ടിയാണ് പണത്തെക്കാളും വലുത്, അവൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ തിരിച്ചു പോകാം. ധൈര്യമായിട്ട് ആ കുട്ടിയെയും കൊണ്ട് തിരിച്ചുപോയി. ഇതാണ് നല്ല പേരൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് പണത്തെക്കാളും ഒക്കെ നമ്മൾ ശരിയാണ്, ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ സൈഡും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. പലപ്പോഴും അങ്ങനെ തീരുമാനം എടുക്കുമ്പോഴും കൂടി ആലോചിക്കുന്നില്ല. അറിവുള്ളവരുമായിട്ട് ഒരു കുട്ടിക്ക് അതിനുള്ള പൊട്ടൻഷ്യലുണ്ടോ? കുട്ടി IIT എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങി തിരിച്ചാലൊന്നും നമുക്ക് IIT എത്താൻ പറ്റില്ല. എല്ലാവർക്കും സിവിൽ സർവൻ്റൊന്നും ആകാൻ പറ്റില്ല. 5ാം ക്ലാസ്സിലെ IAS കോച്ചിങ് കൊടുക്കുന്ന ഒരവസ്ഥ. ഒരു കുട്ടി വളർന്നു വന്ന ആ കുട്ടിയിൽ എന്തെല്ലാം എബിലിറ്റി ഉണ്ട്? ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുണ്ടോ? ആ കുട്ടിക്ക് ചരിത്രപരമായ കാഴ്ചപ്പാടുണ്ടോ? ആ കുട്ടിക്ക് ഈ രാജ്യത്തെ പറ്റി ചില സങ്കല്പങ്ങളുണ്ടോ? ആ കുട്ടിക്ക് കഠിനാധ്വാനം ചെയ്ത് പഠിക്കാനും നിരന്തരമായി അതിനുവേണ്ടി എഫേർട്ട് ഇടാനും ഒക്കെയുള്ള ഒരു കരുത്തുണ്ടോ? ഇതൊക്കെ നോക്കിയിട്ടല്ലേ ഒരു കുട്ടിയെ സിവിൽ സർവീസിന് വിടണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. ആദ്യമേ അങ്ങ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചാൽ എല്ലാ കുട്ടികൾക്കൊന്നും അങ്ങനെ അതിലൊന്നും എത്താൻ പറ്റിയെന്ന് വരില്ല. എല്ലാ കുട്ടികൾക്കും ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാവർക്കും ഇൻ്റർനാഷണൽ ലെവലിലൊന്നും എത്താൻ പറ്റിയെന്ന് വരില്ല എന്നും പറഞ്ഞൊരു കുഴപ്പമില്ല. ഇപ്പം ചെറിയ രീതിയിൽ കളിക്കുന്ന കുട്ടികൾക്ക് പോലും ഇന്ന് സ്പോർട്സ് കമ്പനികളിലും അതുപോലെ തന്നെ കോച്ചിങ് മേഖലകളിലും അതുപോലെ തന്നെ നാഷണൽ ക്ലബ് ലെവലിലും ഒക്കെ അവസരങ്ങളുണ്ട്. ഇപ്പോൾ സഞ്ജു സാംസൺ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ബ്രദർ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് അല്ല കളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ബ്രദർ വയനാട് ഡിസ്ട്രിക്റ്റിന് വേണ്ടി കളിക്കുന്ന ഒരാളാണ്, ക്ലബ്ബുകൾക്കൊക്കെ കളിക്കുന്ന ഒരാളാണ്. ഒരു കുഴപ്പമില്ല, പുള്ളിയും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഒരുപക്ഷെ ഇദ്ദേഹത്തിനേക്കാളും കുറച്ചുകൂടെ ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള അവസരം ചിലപ്പോൾ ഒരുപക്ഷെ ആ മൂത്ത ബ്രദറിനായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അതിനകത്തൊന്നും കാര്യമില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചേരുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ടതുമായ കാര്യങ്ങളായിരിക്കണം അവർക്ക് കൊടുക്കുക. അതുപോലെ മോഡലിംഗ് ബിഹേവിയർ ഈസ് വെരി നമ്മൾ എന്താണോ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ തരത്തിലുള്ള നമുക്ക് അഡ്വൈസ് ചെയ്യാനുള്ള
ഒരു അവകാശം നമുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനികളായിരിക്കും. ഇവിടെയാണ് ശ്രീജയുടെ അച്ഛനും അമ്മയും വലിയ മോഡൽസ് ആകുന്നത്. അവർ രണ്ടുപേരും അതികഠിനമായി കഷ്ടപ്പെടുന്നവരാണ്. എത്ര വേണേലും മക്കളുടെ വിജയത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ അവർക്ക് ഒരു മടിയുമില്ല. ഇത് കണ്ടാണ് ആ കുഞ്ഞുങ്ങൾ വളരുന്നത്. ആ അച്ഛൻ്റെയും അമ്മയുടെയും വേർപ്പ് തുള്ളികൾ വീണ് അതാണ് കാണുന്നത്. സഞ്ജു കണ്ടതെന്താണ്? സഞ്ജുവിൻ്റെ പിതാവ് അവരുമായിട്ട് ജോലി പോലും കളഞ്ഞ് ആ മനുഷ്യൻ അവരുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും ഗ്രൗണ്ടിൽ പോയി അവർക്ക് വേണ്ടി പോരാടുന്ന ഒരു മനുഷ്യൻ, പച്ചയായ ഒരു മനുഷ്യനാണ് ആ പിതാവ്. ഇപ്പോൾ ആരോൺ ജോർജ് നമ്മുടെ ജൂനിയർ ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണറായിട്ടുള്ള വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള, ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ വളരെയധികം പെർഫോം ചെയ്ത ആരോൺ ജോർജിൻ്റെ പിതാവ് ഇതുപോലൊരു പോലീസ് ഓഫീസറായിരുന്നു. ഹൈദരാബാദിൽ ആന്ധ്ര പോലീസിലെ ഒരു സബ് ഇൻസ്പെക്ടറായിരുന്നു. അദ്ദേഹം ജോലി പോലും കളഞ്ഞാണ് ആ മകനെ ക്രിക്കറ്റ് കളിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത്. അദ്ദേഹം IT ഫീൽഡിൽ വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ലൈഫാണ്. അങ്ങനെ അവിടെയാണ് ആരോൺ ജോർജ് എന്ന് പറയുന്ന ഒരു കുട്ടി രൂപപ്പെടുന്നത്. അപ്പം ആ മാതാപിതാക്കൾ എത്ര കണ്ട് ത്യാഗം അനുഭവിക്കുന്നവരാണ്, എത്ര കണ്ട് അവരുടെ ജീവിതം കൊണ്ട് മോഡൽ ചെയ്യുന്നവരാണ്, അവരെത്ര കൊണ്ട് അവരുടെ മക്കളുടെ സ്വപ്നത്തിന് വേണ്ടിയൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നവരാണ്. നമ്മൾ പറയുന്ന അഡ്വൈസുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവരാണോ? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പല പേരൻസും പറയുന്നത് ഞങ്ങൾക്ക് സമയമില്ല സർ. സമയമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ. നമുക്ക് സമയമില്ലെങ്കിൽ നമ്മളതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയാതിരിക്കുക, കുഞ്ഞുങ്ങളെ അവരുടെ വഴിക്കങ്ങ് വിടുക. ഞാൻ കുട്ടികളെ റെസീലിയൻ്റായിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കുറേ ഒരു നല്ല പോസിറ്റീവ് എൻവയോൺമെൻറ്റ് അതിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലുമൊക്കെ നല്ല ലക്ഷ്യത്തിലൊക്കെ കുട്ടികൾ എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസിപ്ലിനും ഒരു സിസ്റ്റവും ഒക്കെ ആവശ്യമാണ്. ഒരു അച്ചടക്കവും ക്രമവും ഒന്നുമില്ലാതെ തോന്നിവാസം ജീവിക്കുന്നവർക്ക് ഒരു ലക്ഷ്യത്തിലും എത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ചന്ത പരിപാടികളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കേണ്ടതായിട്ട്, ഒരു ലോകം ഓടുന്ന എല്ലാ ഓട്ടങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഭവനത്തിന് നമ്മുടേതായ ഒരു അച്ചടക്കവും ചിട്ടയും ക്രമവും ഒക്കെ ഉണ്ടായിരിക്കുക. അതിൽ നമ്മൾ എല്ലാവരും സഹകരിച്ച് പോവുകയും ചെയ്യുമ്പോഴാണ് ആ കുട്ടികൾക്കൊക്കെ കാരണം നമുക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ ആ ലക്ഷ്യത്തിലൊക്കെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വേറൊരു സിസ്റ്റം ഓഫ് ടൈം ടേബിൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ ചില ബൗണ്ടറീസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എല്ലാവരും പോകുന്ന ഒഴുക്കിനനുസരിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പം നമ്മുടെ ടൈം ടേബിളും നമ്മുടെ ഒരു സിസ്റ്റവും നമ്മുടെ ഡിസിപ്ലിനും നമ്മുടെ ഫോക്കസും പ്രയോറിറ്റിയും എല്ലാം തന്നെ ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്കും ഈ കുഞ്ഞുങ്ങളും തിരിച്ചറിയുന്ന ഒരു സമയത്ത് അതിലെല്ലാവരും കൂടി ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള വിജയങ്ങളൊക്കെ നമുക്ക് നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ കുട്ടികളിൽ ഈ പ്രോബ്ലം സോൾവിങ്ങും ഡിസിഷൻ മേക്കിങ്ങും എൻകറേജ് ചെയ്യണം. അവരുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും നേരെ അങ്ങ് ചാമ്പ്യൻ ആകുകയല്ല, അതൊരു പ്രോസസ്സാണ്. ചെറിയ ചെറിയ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അവരെ കൊണ്ട് പഠിപ്പിക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ അവരെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യിക്കുക. നമ്മൾ പുറയിൽ നിന്നുകൊണ്ട് അവരെ ഫ്രണ്ടിൽ നിർത്തി അങ്ങനെയാണ് അവരെ മിടുക്കരാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ അത് ഒന്ന് അനലൈസ് ചെയ്യാനും അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് റിയലൈസ് ചെയ്യാനും ഒക്കെ കഴിയണം. ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. ചോദ്യങ്ങൾ ചോദിക്കണം, നമ്മളും അവരോട് ചോദിക്കണം. അവർ തന്നെ അവരുടെ പ്രശ്നങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കണം. ഉത്തരങ്ങളെക്കാളും വളരെ പ്രധാനമാണ് ചോദ്യങ്ങൾ. അപ്പോൾ അനലൈസ് ചെയ്യട്ടെ, സൊല്യൂഷൻസ് കണ്ടെത്തട്ടെ, തീരുമാനങ്ങൾ എടുക്കട്ടെ. ചെറിയ പ്രായത്തിലെ അത്തരത്തിൽ വരുന്ന കുട്ടികൾ മേളോട്ട് വരുമ്പോൾ വലിയ കറേജിയസ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും, അവർ നല്ല ലീഡർഷിപ്പുള്ള കുട്ടികളായിരിക്കും. സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിൽ അവർ വയ്ക്കുന്ന ലക്ഷ്യങ്ങളിലൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതകൾ അവർക്ക് ഒത്തിരി കൂടുതലായിരിക്കും. വളരെ പ്രധാനമായ ഒരു കാര്യമാണ് പാഷൻ ഫോസ്റ്റർ ചെയ്യുക എന്നുള്ളത്. എന്തിനാണ് അവർക്ക് പാഷൻ എന്താണെന്ന് ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സന്തോഷത്തോടെ കഷ്ടപ്പെടാൻ നമുക്ക് കഴിയുമെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സന്തോഷത്തോടെ നിലകൊള്ളാൻ കഴിയുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസോ അതിൻ്റെ റിസൾട്ടോ അതിൽ നിന്നുള്ള ഏണിങ്ങോ ഒന്നും നോക്കാതെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഭയങ്കരമായി നമുക്ക് അഭിനിവേശത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഒരു പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അവിടെ ശ്രീജയ്ക്ക് അത് ഒരു സിവിൽ സർവീസ്, അതും IFS എന്ന് പറയുന്ന ഒരു പോസ്റ്റായിരുന്നു.
അപ്പോൾ അതിനുവേണ്ടി മാത്രം അതിനെപ്പറ്റി പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് നേടിയെടുക്കാനുള്ള വഴി എന്താണെന്ന് ചിന്തിക്കുക. ആ വഴിയിൽ ഞാനും ആ ലക്ഷ്യവും തമ്മിലുള്ള ആ ദൂരം എങ്ങനെ കുറച്ച് കൊണ്ടുവരാം, ഏത് വർഷം അത് കൃത്യമായിട്ട് എനിക്ക് എത്തിച്ചേരാം, ഇതെല്ലാം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ആ കുട്ടി പോകുന്നു. ആ കുട്ടി അതിനുവേണ്ടി തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ ആ കുട്ടിക്ക് ചുറ്റുമുള്ള എല്ലാവരും തന്നെ സകല സാഹചര്യങ്ങളും ആ കുട്ടിക്ക് അനുകൂലമായി ഒരുങ്ങി വരുന്നു. ഇതാണ് ഒരു വിജയത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് സഞ്ജുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. ഒരുപാട് അപ്സെറ്റുകളും ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ത്യൻ ടീമിൽ ശക്തമായി അദ്ദേഹം നിലയുറപ്പിച്ചു. ഇപ്പോൾ അതിനൊരു വലിയ സ്റ്റേജ് തന്നെ ഒരുങ്ങി, മനോഹരമായ ഒരു മാനിഫെസ്റ്റേഷൻ കിട്ടി. ഒരുപാട് കാലത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അതൊരു പാഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ക്രിക്കറ്റാണ് എൻ്റെ പാഷൻ, അതല്ലാതെ എനിക്ക് വേറൊരു ജീവിതം ഇല്ല എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ റിസൾട്ട് എൻജോയ്. ഞാനിപ്പോൾ ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പാഷൻ്റെ ഏറ്റവും വലിയൊരു ഗുണം, നമ്മളൊരു പാഷൻ്റെ പുറകിന് എത്ര കഷ്ടപ്പെട്ട് പോയാലും ആ പാഷൻ നമ്മളെ തിരിച്ച് രക്ഷിക്കും, ഒരു സംശയമില്ല. അപ്പോൾ ഒരു പാഷനൊക്കെ അവരിൽ ഫോസ്റ്റർ ചെയ്യുക. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് മെൻ്റൽ, ഇമോഷണൽ, ഫിസിക്കൽ ഹെൽത്ത്. ഏത് ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിലും നമ്മൾ ഇവരിലെല്ലാം കാണുന്നൊരു കാര്യം, ഈ ശ്രീജ നമ്മൾ പരിചയപ്പെട്ട നിമിഷം മുതൽ ഈ ശ്രീജയെ കണ്ട നിമിഷം മുതൽ കാണുന്ന ഇൻ്റർവ്യൂകളിലൂടെയും ഒക്കെ നമ്മൾ കാണുന്നത് ആ കുട്ടിയിലെ ഒരു സിംപ്ലിസിറ്റിയും ആ കുട്ടിയുടെ ഒരു ക്യാരക്ടറും ആ കുട്ടിയുടെ ഒരു വിനയവും ഒക്കെ അസാധാരണമാണ്. അത്രയും വലിയൊരു നേട്ടം നേടിയ ഒരു കുട്ടി എത്ര സിമ്പിളായിട്ടാണ് ലോകത്ത് പെരുമാറും. അതിൻ്റെ ഒരു ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷനാണ് സഞ്ജു സാംസൺ. ഇവിടെ പലരും ചോദിച്ച ഒരു ചോദ്യത്തിനൊരു ഉത്തരം എൻ്റെ മനസ്സിലാക്കൽ ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കാം. സഞ്ജുവിന് കിട്ടിയ അത്രയും സപ്പോർട്ടൊന്നും ശ്രീശാന്തിന് കിട്ടിയില്ല എന്നൊക്കെ പലരും ഇങ്ങനെ വിലപിക്കുന്നതാണ്. അത് രണ്ടുപേരുടെ സ്വഭാവത്തിൻ്റെ വ്യത്യാസം. സഞ്ജു എപ്പോഴും വളരെ വിനയത്തോടെ, വളരെ ബഹുമാനത്തോടു കൂടി, വളരെ ഡിഗ്നിഫൈഡായിട്ട്, വളരെ കരുതലോടുകൂടി സമൂഹത്തിൽ ഇടപെടുന്നൊരു വ്യക്തിയാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരുമായി ചേർന്ന് ആ ഒരു ക്യാരക്ടറിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അദ്ദേഹം വലിയ ഇന്ത്യയിലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടൊന്നും അല്ല. പക്ഷെ നമുക്ക് അറിയാവുന്നിടത്തോളം അദ്ദേഹത്തിനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്, നമുക്ക് ഇത്തരത്തിലൊക്കെ കുട്ടികളെ നേടിയെടുക്കണമെങ്കിൽ അവരുടെ അച്ചീവ്മെൻറ്റിനേക്കാളും കൂടുതൽ അവരുടെ ക്യാരക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അച്ചീവ്മെൻറ്റ്സ് അവരുടെ വിഷയമാണ്. ക്യാരക്ടർ അവരിൽ സൃഷ്ടിച്ചെടുക്കാൻ പേരൻറ്റിങ്ങിനും സ്കൂളിങ്ങിനും ഒക്കെ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഒരു പക്ഷേ തിരിച്ച് പറഞ്ഞാൽ ഒരു നല്ല ക്യാരക്ടറിലാണ് ഒരു നല്ല പ്രതിഭ രൂപപ്പെടുന്നത്. ഒരു നല്ല ക്യാരക്ടറിലെ ഒരു നല്ല ഡോക്ടർ ഉണ്ടാവുള്ളൂ, ഒരു നല്ല ക്യാരക്ടറിലെ നല്ലൊരു എഞ്ചിനീയർ ഉണ്ടാവുള്ളൂ, നല്ലൊരു ക്യാരക്ടറിലെ മികച്ചൊരു കളിക്കാരനുണ്ടാവുള്ളൂ. ഒരു ക്യാരക്ടറിനെ സൃഷ്ടിച്ചാൽ, ഒരു നല്ല സ്വഭാവത്തെ സൃഷ്ടിച്ചാൽ അതിൻ്റെ മേളിൽ രൂപപ്പെടുന്നത് എന്തും വളരെ സേഫായിരിക്കും, എക്സലൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. ചെയ്യരുതാത്ത കാര്യങ്ങൾ ഒന്ന് ഈ ഹെലികോപ്റ്റർ പാരൻറ്റിങ്ങാണ്. ഈ അമിതമായ പാരൻറ്റിങ് കൊടുത്ത ഒരിടത്തും നമുക്ക് കുട്ടികളെ വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അവർ ഒരു പാരസൈറ്റായി പോകുമെന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ എല്ലാം നമ്മൾ തന്നെ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ കുട്ടികൾ ഡെവലപ്പ് ആവില്ല, അവരുടെ കരുത്ത് അവരാർജിക്കില്ല, അവർക്ക് ധൈര്യം ഉണ്ടാവില്ല, അവർക്ക് ലീഡർഷിപ്പ് ഉണ്ടാവില്ല, ഒരു സംശയമില്ല. ഈ ഓവർ എക്സ്പെക്റ്റേഷൻ വേറൊരു വലിയ പ്രശ്നമാണ്. എല്ലാ കുട്ടികളെയും എല്ലാം ആക്കാനൊന്നും ശ്രമിക്കരുത്. ഇപ്പോൾ ശ്രീജയുടെ ഒരു റിസൾട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ IAS സിവിൽ സർവീസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഈ IAS കോച്ചിങ് അക്കാഡമികളെല്ലാം കൂടെ അങ്ങ് ഭയങ്കര അഡ്വർടൈസ്മെൻറ്റും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പേരൻസിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, എല്ലാ കുട്ടികളും ഒന്നും സിവിൽ സെർവൻ്റ് അല്ല, എല്ലാ കുട്ടികളും ഡോക്ടറും അല്ല, എല്ലാ കുട്ടികളും IIT ഒന്നും അല്ല. ഓരോ കുട്ടിയും അവരവരുടേതായ വ്യത്യാസമുള്ളവരാണ്. അവർക്ക് ചേരുന്നത് ആണ് നമ്മൾ അവർക്ക് നൽകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ചേരുന്ന ഒരു കാര്യത്തെയാണ് അവർ പിൻവാങ്ങി പോകുന്നതെങ്കിൽ മാത്രമേ ഈ പറയുന്ന മനോഹരമായ ഒരു മാനിഫെസ്റ്റേഷൻ്റെ പോസിബിലിറ്റി അവിടെ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ വളരെ പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ക്യാരക്ടറിന് പെർഫോമൻസിനേക്കാളും റിസൾട്ടിനേക്കാളും ഗ്രേഡിനേക്കാളും മാർക്കിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തവരാണ് ആത്യന്തികമായി നിലനിൽക്കുന്ന എൻറ്റിറ്റീസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എവിടെ ക്യാരക്ടറില്ല അവിടെ അച്ചീവ്മെൻറ്റ്സ് ഒന്നും അധികം കാലം നിലനിൽക്കില്ല. അപ്പോൾ നല്ലൊരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ അടിസ്ഥാനപരമായി നമ്മൾ ആങ്കർ ചെയ്യുകയാണെങ്കിൽ
അടിസ്ഥാനപരമായി അതിനൊരു പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമയുള്ള, ഫോക്കസുള്ള, നിരന്തരമായി അധ്വാനിക്കുന്ന കുട്ടികളെ നമുക്ക് ലോകത്ത് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ശ്രീജയും സഞ്ജു സാംസണും ഒക്കെ അതിൻ്റെ ചില ബ്യൂട്ടിഫുൾ മാനിഫെസ്റ്റേഷൻസാണ്. നമ്മളിങ്ങനെയുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ദൈനംദിനമായിട്ട് കാണുന്നുണ്ട്. ചെറുതും വലുതുമായ നേട്ടങ്ങൾ കൊണ്ട് ലോകത്ത് മനോഹരമായി തീർന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെയൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. തീർച്ചയായിട്ടും ഞാനും ഈ വീഡിയോസിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള പലരെയും പരിചയപ്പെടുത്തി അടുത്ത വീഡിയോസിലൊക്കെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്തായാലും എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തു നിന്ന് കടന്നുപോയ ഒരു 11ാം ക്ലാസ്സുകാരൻ എന്നെ അതിഭയങ്കരമായി വേദനിപ്പിക്കുന്നു. മാതാപിതാക്കൾക്ക് പേരൻറ്റിങ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അധ്യാപകർക്ക് പരിശീലനം വേണം. പല സ്കൂളുകളിലും വലിയ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റേ ഉള്ളൂ, നല്ല പരിശീലനങ്ങളൊന്നും അധ്യാപകർക്ക് കിട്ടുന്നില്ല. ആധുനിക കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറേ പഠിപ്പിച്ച് നിറയ്ക്കുന്നതല്ല, കുഞ്ഞുങ്ങളെ തിരിച്ചറിയുന്നതും കൂടെയാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അത്തരത്തിലുള്ള നല്ല വിദ്യാഭ്യാസം രൂപപ്പെട്ട് വരട്ടെ. വലിയ കുറേ ബ്രാൻഡുകൾ സൃഷ്ടിച്ചത് കൊണ്ടൊന്നും കുഞ്ഞുങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. ജീവിക്കാൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളെയാണ് ഈ ലോകത്ത് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടത്. ജീവിക്കാൻ ആഗ്രഹം വിദ്യാഭ്യാസത്തിലൂടെയും പേരൻറ്റിങ്ങിലൂടെയും കുട്ടികളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളൊരു പൂർണ്ണ പരാജയമാണെന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്. ഇത് നല്ലതെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.